ഹലോ, വെൽക്കം ടു ദിസ് വീഡിയോ. ഇന്ന് ഞാൻ പറയാനിരിക്കുന്നത് മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൽ നിന്ന് ചില വാക്യങ്ങൾ. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഇങ്ങനെ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ പുത്രിമാരെന്ന് വിളിക്കപ്പെടും. നമ്മൾ സമാധാനം ഉണ്ടാക്കുന്നവരാക്കി തീർക്കാൻ നമ്മളെ തന്നെ ശോധന ചെയ്യാം. എൻ്റെ ജീവിതത്തിൽ അനേക സമാധാനമില്ലാത്ത കേടുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കർത്താവിൽ എൻ്റെ മാതാവിലുമാണ് ആശ്രയിക്കുന്നത്. മാതാവ് എന്ന് പറഞ്ഞാൽ എൻ്റെ മദർ. ഞാൻ മേരിയെ വണങ്ങുവാനൊന്നും ഞാൻ പോകുന്നില്ല, യേശുവിനെ ആരാധിക്കുന്നു. എന്നാലും അനേക ദുഷ്ട മനുഷ്യരുണ്ട്, അവരെഴുന്നേൽക്കുന്നുണ്ട്. അവരുടെ മുൻപാകെ എലിയാവിനെ പോലെ യേശു എനിക്ക് അപ്പോൾ അലർച്ച തന്ന് എന്നെ പോഷിപ്പിക്കുന്നു. ആത്മാവിൽ ദരിദ്രരായ ഭാഗ്യവാന്മാർ. ആത്മാവിൽ ദരിദ്രരായ മകളാണ് ഞാൻ. അനേക കഷ്ടങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, ഇതിൻ്റെ മധ്യത്തിൽ എന്നെ ജീവിപ്പിക്കുന്ന യേശുവിൻ്റെ വചനങ്ങൾ ആഗ്രഹിക്കുന്നു. സൗമ്യതയുള്ള ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. ദുഃഖിക്കുന്നവർ, കഷ്ടം, വേദന അനുഭവിക്കുന്ന അവർക്ക് ആശ്വാസം ലഭിക്കും. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ ചൊല്ലി എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങളെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പീൻ. അതുകൊണ്ട് ഈ നാളുകളിൽ നമ്മളെ ഞെരുക്കുന്ന മനുഷ്യരുണ്ട്. ആ മനുഷ്യர்கள் മാറിപ്പോകണമെങ്കിൽ വചനത്തിൽ ആശ്രയിക്കാം. ആമീൻ, ആമീൻ, ആമീൻ.